Namaskaram. Welcome to Flaming Microphone. Conversations with leaders who build industries, shape policy, and steer India's future. I am Dr. Venugopal, the host of this show. Today our guest is Sri P. Pramod, Chief Inspector of Factories, Director of Factories and Boilers, Government of Kerala. Sri Pramod, ബിഫോർ വി കം ഇൻ ടു ദ ഡിസ്കഷൻ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. താങ്കളൊരു മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ടാണ് താങ്കളുടെ കരിയർ തുടങ്ങിയത്. അത് കഴിഞ്ഞ ശേഷം താങ്കൾ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൽ ജോയിൻ ചെയ്യുമായിരുന്നു. ഏകദേശം 3 ഡിക്കേഡ്സ് ഓഫ് സർവീസ് താങ്കളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഒരു യങ് എഞ്ചിനീയറായി ഈ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൽ പ്രവർത്തനം തുടങ്ങി ഇന്ന് 30 വർഷം കഴിയുമ്പോൾ താങ്കൾ എന്തെല്ലാമാണ് താങ്കളുടെ അനുഭവ സമ്പത്ത്, എന്തെല്ലാം വിശേഷകരമായ പ്രവർത്തനങ്ങൾ താങ്കൾ കാഴ്ചവെച്ചു, അതിൽ താങ്കൾക്ക് ഏറ്റവും നല്ല ഒരു പ്രവർത്തന മികവ് കാണിച്ച ഒരു ഏരിയ ഏതായിരുന്നു? ഞാൻ 1995 ഡിപ്പാർട്ട്മെൻറ്റിൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത്. ശരിക്കും സാർ സൂചിപ്പിച്ച പോലെ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം എന്നുള്ള നിലയിലാണ് നമ്മൾ അന്ന് നമ്മുടെ എൻട്രി പോസ്റ്റ്, അതിലാണ് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ശരിക്കും അന്ന് നമ്മുടെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുക, അവിടുത്തെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നോക്കുക, അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിൽ നമ്മൾ പഠിക്കുമ്പോഴും ഉള്ള വിവിധ പല എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകൾ പഠിക്കുമ്പോഴുമൊക്കെ നമ്മുടെ ധാരണ. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായിരുന്നു ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നി. പക്ഷേ ഞാൻ അതിനെ നോക്കിയപ്പോൾ എനിക്ക് ധാരാളം കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ഫാക്ടറി മാത്രമല്ല, വിവിധ തരത്തിലുള്ള ഫാക്ടറികളുണ്ട്. കെമിക്കൽ, പെട്രോളിയം, പെട്രോ കെമിക്കൽ, എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി, അങ്ങനെ പല തരത്തിലുള്ള ഫാക്ടറികളുണ്ട്. അപ്പോൾ ഇവിടുത്തെ നിർമ്മാണ പ്രക്രിയകൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് സേഫ്റ്റി എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് എന്താണ് അവിടുത്തെ ഹസാർഡ്സ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ശരിക്കും ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി ഇങ്ങനെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങാനുള്ള കാരണമെന്ന് പറയുന്നത്, എനിക്ക് അന്ന് തോന്നി ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മളൊരു പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മൾ എത്രയോ മനുഷ്യ ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ പറ്റി. പക്ഷേ നമുക്ക് അതിൻ്റെ തമ്മിൽ കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ കണക്കൊന്നുമില്ല. ഇല്ല, അതിനൊരു റിസൾട്ട് നമ്മൾ വെളിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന സേവനം സുരക്ഷ, സുരക്ഷ അത് ആരും കാണുന്നില്ല. അതെ, കാരണം നമുക്ക് ക്വാണ്ടിഫൈ ചെയ്ത് പറയാനായിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ ഇല്ല. പക്ഷെ നമ്മൾ എത്രയോ ജീവനുകൾ, നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നതിലൂടെ എത്രയോ മനുഷ്യ ജീവനുകൾ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരെ അപകടങ്ങളിൽ നിന്നാണെങ്കിലും തൊഴിൽജന്യ രോഗങ്ങളിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തോന്നി ഇതൊരു നല്ലൊരു ഏരിയയാണ്. നമുക്കിതിനോട് അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതിനൊരു പാഷൻ തോന്നിത്തുടങ്ങി. അപ്പം ഞാൻ അന്ന് എനിക്കറിയാം സാറും ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ സാറിൻ്റെയൊക്കെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയോറിറ്റി ഇൻസ്പെക്ഷനിൽ പോയിട്ടുണ്ട്. സാർ ഒരു കെമിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ സാറ് ചില കാര്യങ്ങളൊക്കെ, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, അപ്പം അവിടെ കെമിക്കൽ പരമായിട്ടുള്ള പല കാര്യങ്ങളും സാറ് പറയുന്നതും സംസാരിക്കുന്നതും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള എല്ലാവരിൽ നിന്നുമൊക്കെ നമുക്ക് പാഠങ്ങൾ. അപ്പം ഓരോ ഫാക്ടറികൾ, ഇപ്പോൾ നമ്മൾ വലിയ റിഫൈനറി അല്ലെങ്കിൽ ഒരു ഫെർട്ടിലൈസർ യൂണിറ്റിൽ പോകുമ്പോഴത്തേക്ക് ധാരാളം കോംപ്ലക്സ് പ്രോസസ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ കെമിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകും, മെക്കാനിക്കലുണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷനുണ്ട്, പല വിവിധ മേഖലകളാണ് അവിടെ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു ഹസാർഡ് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല നോളജ് ആ പ്രോസസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അന്ന് കണ്ടിരുന്നത് നിങ്ങളെല്ലാവരും വളരെ സ്റ്റഡീഡായിട്ട് വന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്നെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തു. ഞാൻ പിന്നീട് എനിക്ക് തന്നെ പല പറഞ്ഞു, സീനിയറായിട്ടുള്ള ഓഫീസർ ILO എൻസൈക്ലോപീഡിയ ഉണ്ട്, അതിൽ പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ വിശദമായിട്ട് കാര്യം. പിന്നെ ഞാൻ എൻ്റെ ശ്രമം മുഴുവൻ ഈ പ്രിയോറിറ്റി ഇൻസ്പെക്ഷന് പോകും. കാരണം നമ്മൾ സേഫ്റ്റി സെല്ലിലാണ് ഞാൻ ആദ്യം നിയമപ്പെടുന്നത്.
അവിടുത്തെ എനിക്കൊരു വലിയ അനുഭവമായിരുന്നു. ഞാൻ അന്ന് ഓരോ ഫാക്ടറിയിലും പോകുമ്പം ഈ ILO എൻസൈക്ലോപീഡിയ പഠിച്ചിട്ട് അവിടെ എന്തൊക്കെയാണ് അസാഡ്സ് എന്നുള്ളതും അത് ഞാൻ അവിടെ ചെന്നിട്ട് റിയലായിട്ട് അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളതെന്നും ഇത് രണ്ടും ഞാനൊരു ബുക്കിൽ എഴുതി വയ്ക്കുന്ന ഒരു പ്രവണത എനിക്ക് അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. അതെനിക്കൊരു വലിയ അനുഭവമായി. ഞാൻ അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ ഐസ് പ്ലാന്റുകൾക്ക് അമോണിയ സാറ് ചിലപ്പം അതിന് വേണ്ടി എനിക്കൊരു ഗൈഡ് ലൈനൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറേയധികം എഫേർട്ട് എടുത്തത് ഞാൻ. കാരണം വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ കൂടി ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ പഠിക്കുന്നുണ്ട് അമോണിയ വേപ്പർ കംപ്രഷൻ സിസ്റ്റം, അമോണിയ വേപ്പർ റെഫ്രിജറേഷൻ സിസ്റ്റം. അങ്ങനെ ആ സിസ്റ്റത്തിനെയും ഒരു സാധാരണ ലേമാൻ, ഒരു ഐസ് പ്ലാന്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം ഇതിൻ്റെ പ്രോസസ്സ്, എവിടെയൊക്കെയാണ് ഇതിൻ്റെ അപകട സാധ്യത എന്നുള്ളതെല്ലാം. അപ്പോൾ ഇതൊക്കെ എനിക്ക് തുടക്കത്തിൽ ഞാൻ വർക്ക് ചെയ്ത ഡിവിഷൻസിലൊക്കെ ഈ അമോണിയ വാതക ചോർച്ച എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു. ചിലപ്പോൾ നമ്മൾ പെട്ടെന്നായിരിക്കും രാത്രിയിൽ വിളിച്ചു പറയാം അമോണിയ വാതക ചോർച്ച ഉണ്ടായി 10-20 പേര് ഹോസ്പിറ്റലൈസ്, മീഡിയയിലും ന്യൂസിലും പത്ര റിപ്പോർട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പം. കാരണം വെച്ചാൽ കാരണം നമ്മൾ എന്തുകൊണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ കോസ് എന്താണ്, എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ള ചോദ്യം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രിവെൻറ്റീവായിട്ട് തന്നെ എനിക്ക് ഈ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ തുടക്കം വന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ അതിനുശേഷം ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോഴും ജോയിൻ്റ് ഡയറക്ടർ ആകുമ്പോഴും നമുക്ക് കുറച്ചധികം പരിമിതികളുണ്ട്. കാരണം നമ്മുടെ സീനിയേഴ്സുണ്ട്, എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടെങ്കിലേ നമുക്ക് പല കാര്യം. പക്ഷേ ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് ഒരു ഇഷ്യൂ വരുന്നില്ല. നമുക്ക് യഥേഷ്ടം തീരുമാനങ്ങൾ എടുക്കാം. വിവിധ പദ്ധതികൾ നമുക്ക് വകുപ്പിൽ ഗുണകരമാവുന്ന പദ്ധതികൾ ആലോചിച്ച് എല്ലാവരുടെയും ഒരു സഹകരണത്തോടെ നടപ്പിലാക്കിയെടുക്കാം. അത് എനിക്ക് ഏതാണ്ട് 10 വർഷത്തെ ഒരു പീരീഡ്, 11 വർഷത്തെ എൻ്റെ പീരീഡ് കൊണ്ട് എനിക്കത് സാധിച്ചെടുത്തു എന്നുള്ളതാണ്. കാരണം ഞാൻ ഓരോന്നും വിഭാവനം ചെയ്തത് കൊണ്ടുവന്നതല്ല. കാരണം എനിക്കധികം ധാരാളം എതിർപ്പുകളുണ്ടാകുന്നത് തൊഴിലാളികളിൽ നിന്നോ തൊഴിലുടമകളിൽ നിന്നല്ല, ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമുക്കറിയാം ഒരു സർക്കാർ സിസ്റ്റത്തിൽ ആരും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നില്ല, ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്നലെ വരെ എന്താണോ ചെയ്തത് അത് ഇന്ന് ചെയ്യും. അതിൽ നിന്ന് മാറ്റം കൊണ്ടുവരാൻ, അത് ടെക്നോളജിയിലായിക്കോട്ടെ, അവരുടെ ജോലിയുടെ ആയിട്ട് ഒരു ഈസിനെസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അതിലൊന്നും കൊണ്ടുവരാനായിട്ട് ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ എനിക്കൊരു മാറ്റിയെടുക്കാൻ ഒരു പല രീതികളിൽ പല സ്ട്രാറ്റജീസ് ഞാൻ ഉപയോഗിച്ചും അവരെ മോട്ടിവേറ്റ് ചെയ്തും അവരുമായിട്ട് ചിലപ്പം ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഉടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംസാരിക്കും. അപ്പോൾ സംഘടനകളുണ്ട്, അവരുമായിട്ടും ഞാനിപ്പോഴും ഒരു സംഘടനയായിട്ടും അത്ര എന്നെപ്പറ്റി ഒരു സംഘടന നല്ലൊരു അഭിപ്രായം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാനീ പറഞ്ഞ സിസ്റ്റത്തിന് ഇതിനാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് തൊഴിലാളികളും തൊഴിലുടമകളുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ധാരാളം കാര്യങ്ങൾ, അവർക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. താങ്കളുടെ ഈ ഇത്രയും നാളത്തെ പ്രവൃത്തി പരിചയത്തിൽ ഒരു ആക്സിഡൻറ്റ് താങ്കൾ ഇൻവെസ്റ്റ് ചെയ്തോ താങ്കളുടെ ടീം ഇൻവെസ്റ്റ് ചെയ്തതുമായിട്ടുള്ള ഒരു അനുഭവം താങ്കൾക്ക് പങ്കുവയ്ക്കാൻ ഒക്കുമോ? തീർച്ചയായിട്ടും. എനിക്ക് ഇൻസ്പെക്ടർ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതലും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നമ്മൾ കൂടുതലായിട്ട് അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആവുക. ഇപ്പം എനിക്ക് എൻ്റെ കരിയർ തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഞാൻ ആദ്യം മനസ്സിലാകുന്നത് ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ്, അത് മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്തൊരു വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ ഒരു വൈകുന്നേരം 3 മണിയായപ്പോഴത്തേക്ക് മുനമ്പം പോലീസ് സ്റ്റേഷനിലെ SI നമ്മുടെ അന്നത്തെ കാലത്ത് നമ്മുടെ ഫോൺ ആണ്, നമ്മുടെ മൊബൈൽ ഫോണോ എന്നുള്ള കാര്യങ്ങളില്ലല്ലോ, ലാൻഡ് ഫോണിലേക്ക് വിളിക്കുകയാണ്. ഇങ്ങനെ മുനമ്പം SI മത്തായിയാണ്, അവിടെ ഇതെല്ലാം ഒരു സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 4 പേര് മരിച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് വർക്ക്ഷോപ്പാണ്, എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇമ്മീഡിയറ്റ് ഞങ്ങളത് കോർഡൺ ഓഫ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ പെട്ടെന്ന് അവിടെ എത്തണമെന്ന് പറയും. അപ്പം നമ്മൾ അന്നത്തെ പോലെ എറണാകുളം ഇൻസ്പെക്ടർ, അന്ന് കൊച്ചി ഇൻസ്പെക്ടർ. അതെ, അന്ന് നമ്മൾക്കറിയാലോ ട്രങ്ക് ബുക്ക് ചെയ്യണം. ട്രങ്ക് ബുക്ക് ചെയ്ത് അടുത്ത എൻ്റെ ജോയിൻ്റ് ഡയറക്ടറെ വിളിച്ച് പെർമിഷനൊക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് തന്നെ 3 മണിക്ക് തന്നെ ഞാൻ യാത്ര. അവിടെ കണ്ട് എത്തിയപ്പോഴത്തേക്ക് 6 മണിയൊക്കെ ആയി. 6 മണിയായപ്പോഴത്തേക്ക് പോലീസ് ബന്ധോസിൽ കോർഡൺ ഓഫ് ചെയ്ത് ഇതെല്ലാം വെച്ചിരിക്കുകയാണ്.
അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാർക്ക് ഇതുണ്ടല്ലോ, അവർ തൊണ്ടി എന്ന് പറയുന്ന ഈ സാധനങ്ങളെല്ലാം ശേഖരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ യഥാർത്ഥത്തിൽ നടന്നതെന്നും എത്രത്തോളം ഇത് പൊട്ടിത്തെറിച്ച് പോയി എന്നുള്ളതൊക്കെ നമുക്ക് അപ്പോൾ ഒന്നും പിടികിട്ടുന്നില്ല. പിന്നെ മാത്രമല്ല, താരതമ്യേന ഞാൻ വളരെ എക്സ്പീരിയൻസ് കുറവാളാണ് അന്നത്തെ സമയത്ത്. പക്ഷേ ഞാനത് ഇത് കണ്ടുപിടിക്കണം, എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കണം. അത് എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ഭയങ്കര ഒരു ഐ ഓപ്പണറായിരുന്നു. കാരണം വെച്ചാൽ ഒരു ചെറിയ വർക്ക്ഷോപ്പ്, അവിടെ ഓക്സി അസറ്റ്ലിൻ സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. ഓക്സിജനും ഉണ്ട്, ഒന്നിൽ അസറ്റ്ലിനും ഉണ്ട്. അപ്പോൾ പൊട്ടിത്തെറിച്ച സിലിണ്ടറെല്ലാം നോക്കി, ഓക്സിജൻ സിലിണ്ടറും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, അസറ്റ്ലിൻ സിലിണ്ടറും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് നോക്കിയപ്പോൾ കാർബൈഡ് ജനറേറ്റർ, പണ്ടത്തെ കാർബൈഡ് ജനറേറ്ററും അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതെങ്ങനെ അസറ്റ്ലിൻ സിലിണ്ടർ ഇവിടെ വന്നു? അപ്പോൾ നമ്മളിത് ഞാൻ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പിന്നീട് വരും ദിവസങ്ങളിൽ തന്നെ അടുത്ത അസറ്റ്ലിൻ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അസറ്റ്ലിൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അസറ്റ്ലിനാണെന്ന് നമ്മൾ കൺഫേം ചെയ്തു. പിന്നീട് ഞാൻ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, എങ്ങനെയാണ് ഓക്സി അസറ്റ്ലിൻ സിലിണ്ടർ പൊട്ടിത്തെറിക്കാനുള്ളത്, അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഇതിൻ്റെ ഓക്സി അസറ്റ്ലിൻ സിലിണ്ടറിൻ്റെ അടുത്ത് ഒരു മീറ്ററിനുള്ളിൽ നമ്മൾ ഒരു സോഴ്സ് ഓഫ് ഇഗ്നീഷൻ എന്തെങ്കിലും കത്തിപ്പിടിക്കാൻ ഉണ്ടെങ്കിൽ ഈ അസറ്റ്ലിൻ ഈസ് നോട്ട് എ കംപ്രസിബിൾ ഗ്യാസ്. അസറ്റ്ലിൻ്റെ അടുത്ത് ഒരു ഹീറ്റ് വന്നു കഴിഞ്ഞാൽ അസറ്റ്ലിൻ വിൽ ഡീകമ്പോസ് ആസ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആയിട്ട് മാറുകയാണ്. അപ്പോൾ അത് കാരണം നമ്മളെ മറ്റുള്ള ഓക്സിജൻ പോലെയോ LPG പോലെയോ ഇതിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് അസറ്റ്ലിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ തന്നെ അസറ്റോൺ, സാറിന് അറിയാമല്ലോ, അസറ്റോണിലാണ് ഇത് അബ്സോർവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് പുറത്തുനിന്നുള്ള ഹീറ്റ് വന്ന് അസറ്റോൺ ഗ്യാസായി, അതാണ് തീ പിടിച്ചത്. അപ്പോൾ ഈ ഒരു നോളജ് അന്ന് വരെ ആരും പറഞ്ഞു തന്നിട്ടില്ല, എനിക്ക് അറിയാനും പാടില്ലായിരുന്നു. ഇത് എനിക്കും കിട്ടുന്നത് ഞാൻ ഈ ഗ്യാസ് സിലിണ്ടർ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് അതാണ്, ഓരോ ഇൻസ്പെക്ടർ ആയാലും ഓരോ എഞ്ചിനീയർ ആയാലും തൻ്റെ കരിയറിലെ ആദ്യത്തെ 10 വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. താങ്കൾക്ക് കൊച്ചി ഇൻസ്പെക്ടറായിട്ട് താങ്കൾ വർക്ക് ചെയ്തപ്പോഴാണ് ഈ അനുഭവം ഉണ്ടായത്. അതോടെ ഈ അപകടത്തിൽ എത്ര പേര് മരിക്കുക, എത്ര പേര് ഇൻജേർഡ് ആയിരുന്നു? അതിൽ ഉടമ ഉൾപ്പെടെ 4 പേര് മരിച്ചു, ഓൺ ദ സ്പോട്ടിലായിരുന്നു. കാരണം നമ്മൾ ചെന്ന് കണ്ടാൽ അറിയാം, ചെറിയൊരു ബോട്ട് റിപ്പയറിംഗ് യൂണിറ്റാണ്. അപ്പോൾ പിന്നെ മുനമ്പം പിന്നെ കായലിനോട് ചേർന്ന് തന്നെയാണ് ഈ ബോട്ട് റിപ്പയറിംഗ്. അൺഓതറൈസ്ഡ് ആണോ ലൈസൻസ്? പിന്നെ ലൈസൻസ്ഡ് ഒക്കെ ഉള്ളതാണ്, ലൈസൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ വളരെ വർഷങ്ങളായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഇത് തന്നെയാണ്. പക്ഷേ അവർക്ക് പോലും ഇതിൻ്റെ നോളജ് ഇല്ല. അതാണ് കാരണം. ഇതിനടുത്ത് വെച്ച് ആരെങ്കിലും വെൽഡിങ് കട്ടിങ് ചെയ്യുമോ? സിലിണ്ടർ അടുത്ത് വയ്ക്കുന്നു, കാരണം അതിനുള്ള സ്ഥല സൗകര്യം അവിടെ ഉള്ളൂ. അതെ, ഈ ഗ്യാസ് സിലിണ്ടറിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്, അതിൽ ഡൂസ് ആൻഡ് ഡോൺസ് എഴുതിയിട്ടുണ്ട്. ഇത് എത്ര ദൂരത്ത് വെക്കണം, സിലിണ്ടർ എത്ര തീ പിടിക്കുന്നതോ തീ വസ്തുക്കളോ ഇഗ്നിഷൻ സോഴ്സസ് ഒന്നും ഇത്ര മീറ്റർ അടുത്തേക്ക് വെക്കരുതെന്നുള്ളത്. പക്ഷെ അതാരും വായിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ LPG സിലിണ്ടർ നമ്മുടെ വീട്ടിൽ കിട്ടുന്നു, അതിൻ്റെ സിലിണ്ടറിൻ്റെ ആ ഹെഡിൽ നമ്മൾ പൊക്കുന്ന ആ പിടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്നാണ് സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ്, അല്ലേ? അതുപോലെ നമ്മൾ ഇത് ഈ സാധനങ്ങൾ എടുക്കുമ്പോൾ, നമ്മൾ വാങ്ങിക്കുമ്പോൾ, ഒരു ഇൻഡസ്ട്രി വാങ്ങിക്കുമ്പോൾ ഇതൊന്നും തന്നെ അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഈ അപകടത്തിൽ നിന്ന് താങ്കൾ എന്താണ് ഒരു ഇൻസ്ട്രക്ഷൻസ് ഇതുപോലുള്ള ഇൻഡസ്ട്രിക്ക് കൊടുക്കാൻ? അതാണ് കാരണം, ഇത് നമുക്കറിയാലോ സാറേ, നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് ഈ ഓക്സി അസറ്റ്ലിൻ സിലിണ്ടർ ഇല്ലാത്ത ഒറ്റ വർക്ക്ഷോപ്പും കാണില്ല. അവിടെ പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ ബോഡി ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പാച്ചിങ് വർക്ക്, മറ്റൊന്ന് മറിച്ച് പാച്ച് വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഈ സാധനം വേണം. അപ്പോൾ ഇതില്ലാത്ത ഒരു ഇത് കാണത്തില്ല. പക്ഷേ ഞാനപ്പോൾ ഉടനെ പോയി നമ്മുടെ ഫാക്ടറി റൂളൊക്കെ എടുത്ത് വെച്ച് നോക്കി, ഇതിനെപ്പറ്റി, സിലിണ്ടറിനെ പറ്റി നമുക്ക് എന്തെങ്കിലും പറയുന്നുണ്ടോ? റൂളിലൊന്നും പറയുന്നില്ല. ഷിപ്പ് റിപ്പയറിംഗ് ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു സ്പെസിഫിക് റൂളുണ്ട്, അതിനകത്ത് മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ജനറലായിട്ട് ഈ റൂളിനെ പറ്റി ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, അത് സബ്സ്റ്റാൻഷ്യൽ സോഴ്സ് ഓഫ് ഹീറ്റിൽ നിന്ന് ഒരു 3 മീറ്റർ മാറി കീപ്പ് ചെയ്യണം എന്ന് നമ്മുടെ റൂൾസിലോ റെഗുലേഷൻസിലോ ഇല്ല. പക്ഷേ നമ്മുടെ ഒരു ഓഫീസർക്കും അറിയില്ല, ആർക്കും അറിയില്ല. അപ്പം നമുക്കിത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വന്നപ്പം നമുക്കിത് ഇങ്ങനെ, പിന്നെ നമ്മളിതിൻ്റെ ലിറ്ററേച്ചറുകളും മറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് വായിച്ച് പഠിച്ചപ്പോഴാണ് അറിയുന്നത് ഇതാണ് ഇതിൻ്റെ കാര്യമെന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഉള്ള ഒരു അനുഭവം, ഞാനത് ഒരു ഉദാഹരണം എന്നുള്ളതില്ല, ഇതുപോലെ നമുക്ക് പല കാര്യങ്ങളിലും നമുക്കത് പലപ്പോഴും ഈ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് വളരെ ഇതായിട്ടുണ്ട്. അതുപോലെ പിന്നെ ഞാൻ ഡയറക്ടർ ആയിരുന്ന സമയത്തും ഇതുപോലെ ഒരു ഫാക്ടറിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെയും ഇതുപോലെ തന്നെ ശരിക്കും നടന്നത് അവിടെ ഒരു തെഫ്റ്റാണ്.
പക്ഷെ വലിയൊരു എക്സ്പ്ലോഷൻ നടന്നു. അതായത് 2 ഇൻകമ്പാറ്റബിൾ കെമിക്കൽസ് പിന്നെ ഈ വെച്ചിരിക്കുന്ന ക്യാനിൽ നിന്ന് 2 തൊഴിലാളികൾ അതിനകത്തിരുന്ന് ഇത് മറ്റ് ഇതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് പോയത് ഒരെണ്ണത്തിൽ നിന്ന് വേറൊരു ഇൻകമ്പാറ്റബിൾ കെമിക്കൽ ഉള്ളതിൻ്റെ എക്സ്പ്ലോഡ് ചെയ്ത് ഈ തെഫ്റ്റ് ചെയ്തവർ മരിച്ചുപോയി. ആ ഒരു ഈ ഗോഡൗണിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട്, ഒരു ഫാക്ടറിയുടെ ഗോഡൗണാണ് അത്, അവർ ശരിക്കും വന്ന് കോൺട്രാക്ടർ അത് എടുത്തുകൊണ്ട് പോകും. അപ്പം ഇതിനകത്ത് കുറച്ച് ലേശം ഇതിനകത്ത് കാണും. അതെല്ലാം കൂടി ഓരോ ക്യാനിൽ നിന്ന് ശേഖരിച്ച് മറ്റേ ക്യാനിലേക്ക് ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതെന്ത് ചെയ്ത് ഇവരെ ഒഴിച്ചത് വേറൊരു ക്യാനിൽ നിന്ന് ഒഴിച്ചത് ഇതിൻ്റെ ഇൻകമ്പാറ്റബിൾ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഹൈഡ്രജൻ പെറോക്സൈഡും ഒരെണ്ണം നൈട്രേറ്റോ അങ്ങനെ നൈട്രിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇതായിരുന്നു. ഇത് രണ്ടും കൂടി ആയിരുന്നു റിയാക്ഷൻ നടന്ന് പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്ത്. പക്ഷേ അത് പൊട്ടിത്തെറിച്ചു. പക്ഷെ ഇത് ഇപ്പം സാറിന് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ, എനിക്ക് അറിയണമെന്നില്ല. പക്ഷെ ഞാനത് എൻ്റെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓഫീസർ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ഇൻസ്പെക്ടറാണ്. അപ്പം ഞാനത് എനിക്കത് അപ്പോഴേ ഒരു സംശയം തോന്നി, ഇതെങ്ങനെ ഈ എക്സ്പ്ലോഷൻ നടന്നു, എങ്ങനെ നടന്നു, എന്തോ സ്ഥലത്തായിരുന്നു നടന്നത്, എറണാകുളത്ത് തന്നെ, എറണാകുളത്ത്. അപ്പം അത് നടന്നു. പക്ഷേ പിന്നെ അപ്പം ഞാനത് ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ടല്ല പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇത് വേറൊരു രീതിയിലേക്കാണ് ഇവർ കൊണ്ടുവരുന്നത്, ഇതിൻ്റെ യഥാർത്ഥ റൂട്ട് കോസ് കണ്ടുപിടിക്കുന്നില്ല. അപ്പം ഞാനും കൂടെ നേരെ അതിന് ഇൻവെസ്റ്റിഗേഷൻ ജോയിൻ ചെയ്തു. ഞാനത് പോയിട്ട് ഞാൻ ഈ നടന്ന സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ബിൽഡിങ്ങിനുള്ളിൽ ഇത് നടന്നിടത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ്, അതായത് ഇത് പിന്നെ ആ ഗ്രൗണ്ടിൽ നല്ലൊരു വിള്ളൽ പോലെ വന്നിട്ടുണ്ട്, ഡെപ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ജസ്റ്റ് അതിൻ്റേതനുസരിച്ച് എത്ര ഡെപ്തിലേക്ക് ഇത് പോയിട്ടുണ്ട്, എത്ര എടുക്കണം, അതിൻ്റെ ആ ഒരു ഹോൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എടുത്താൽ നമുക്ക് എന്തുമാത്രം കെമിക്കൽ അവിടെ വന്നിട്ടുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതെ. അപ്പോൾ ഇത് അങ്ങനെ ഒരു കണക്കിൽ ഞാനപ്പോൾ എൻ്റെ പുതുതായിട്ട് സർവീസിൽ കയറി അവർ കുറച്ചുകൂടിയൊക്കെ പെട്ടെന്ന് ഇക്വേഷൻസ് എല്ലാം കൊണ്ടുവന്ന് കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞു എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ നിങ്ങളൊന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ വേറെ 2-3 കെമിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെയും കൂടി ഞാൻ സഹായത്തോടെ ഞാനിത് നോക്കിയപ്പോഴാണ് അറിയുന്നത് 2 ഇൻകമ്പാറ്റബിൾ കെമിക്കലായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്, ഉപയോഗിച്ചത്. അത് ശേഖരിക്കുകയായിരുന്നു ഇത്. പക്ഷേ ഇത് ഈ ഒരു കാരണം തെഫ്റ്റായിട്ട് ആണെങ്കിലും പക്ഷേ ഇത് ഒരിക്കലും പുറത്തു വന്നിരുന്നില്ല എന്നുള്ളതാണ് ഇതാണ്. അപ്പം അതും ശരിക്കും നല്ല ഈ നമ്മുടെ ഡയറക്ടർ എന്നുള്ള നിലയായിരിക്കുമ്പം എനിക്കതൊരു വലിയൊരു ഇതായിരുന്നു. പിന്നീട് ഞാൻ പലപ്പോഴും നമുക്ക് ഈ ഒരു കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് പറയാം, നിങ്ങൾ ഒരേ കെമിക്കൽ ഇവിടെ സ്റ്റോർ ചെയ്യണം, മറ്റേ സ്റ്റോർ ചെയ്യണം, എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ട് ക്യാൻ ഇടരുത്. നമുക്ക് ആ സെപ്പറേഷൻസ് എല്ലാം നമ്മുടെ റൂളിലും ഒക്കെ പറയുന്നുണ്ടല്ലോ, ചട്ടത്തിലും എല്ലാം പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേയധികം അനുഭവങ്ങൾ നമുക്ക് ശരിക്കും ഇൻവെസ്റ്റിഗേഷനിൽ ഈ 2 ആക്സിഡൻ്റ് ഒരു വലിയ ഐ ഓപ്പണറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും ഇങ്ങനെയുള്ള ആക്സിഡൻസിൻ്റെ കേസ് സ്റ്റഡീസ് നടത്തുകയും ആ കേസ് സ്റ്റഡിയിലൂടെ നമ്മളൊരു SOP ഉണ്ടാക്കുകയും ചെയ്തെടുക്കുകയാണ് ഈ റിപ്പോർട്ടിനെ. താങ്കളുടെ ജൂനിയേഴ്സിനെ, പുതിയതായിട്ട് വരുന്ന ഓഫീസേഴ്സിനെ താങ്കൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ അന്വേഷിക്കാനും അവരുടെ സജഷൻസ് സ്വീകരിക്കാനും അല്ലെങ്കിൽ അവർ ചിന്തിക്കുവാനും ഉള്ള ഒരു പ്രചോദനം താങ്കൾ നൽകാറുണ്ടോ? അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമുക്ക് ഇതാണ് കാരണം നമ്മളിപ്പം നമ്മളെല്ലാം തുടക്കത്തിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറായിട്ട് കയറുകയാണ്. പക്ഷേ ഇതിൻ്റെ ഹസാർഡിനെ പറ്റിയുള്ള അറിവ് നമുക്ക് വളരെ വായിക്കണം, അത് പഠിച്ച് നമ്മൾ ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർമാർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ സ്കില്ലില്ല. ഒരു ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് സ്കിൽ എന്ന് വോയിസ് സ്കിൽ അവർക്കില്ല. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ തന്നെത്താൻ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ കണ്ടെത്തി പഠിക്കേണ്ട കാര്യങ്ങൾ. അതിന് നമുക്ക് റിയലായിട്ട് അതിനോട് ഒരു ഇൻട്രസ്റ്റ് വേണം. അപ്പം സാറ് ചോദിച്ച ക്വസ്റ്റ്യൻസിനോട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പുതിയ ഇൻസ്പെക്ടർ ഫാക്ടറീസ് ആയിട്ട് പലരും ജോയിൻ ചെയ്യുന്നു. ആ യങ്സ്റ്റേഴ്സിന് താങ്കളുടെ ഉപദേശം എന്താണ്? അതാണ് ഞാൻ അവരോട് പറയുന്നത് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ സാർ, ഇതൊരു പുണ്യപ്രവൃത്തിയായിട്ട് കാണണം. അത് തന്നെയാണ് ഞാൻ ഇവരോട് എപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫീസിൽ ഇരുന്നിട്ട് തിരിച്ചിറങ്ങിപ്പോരാ, പ്ലാന്റിൽ കയറി കാര്യങ്ങളെല്ലാം നോക്കിയിട്ടും വരാം. 2 രീതിയിലും ചെയ്യാം. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. പക്ഷേ നമ്മൾ ഓഫീസിലിരുന്നിട്ട് തിരിച്ചു വരുമ്പോൾ
നമ്മൾ മറ്റവരോട് ചെയ്യുന്ന ആ തൊഴിലാളിയോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ്, അല്ലെങ്കിൽ ആ തൊഴിലാളിയുടെ ജീവിതം വെച്ച് അല്ലെങ്കിൽ അവൻ്റെ ജീവൻ വെച്ചുള്ളൊരു കളിയാണ് നമ്മൾ കളിച്ചത്. കാരണം അവനെ രക്ഷിക്കുക എന്നുള്ള ഒരു അവസരം നമ്മൾ കളഞ്ഞു പിടിച്ചിട്ടാണ് നമ്മൾ രക്ഷ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അതെ, ആ കടമ നമ്മൾ നിർവഹിക്കണം. താങ്കളുടെ ഏറ്റവും ചരിത്രപരമായി ഞാൻ താങ്കളുടെ 30 വർഷത്തെ ഔദ്യോഗിക ജീവിതം നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു പ്രോജക്റ്റ് റോസസ് എന്ന് പറഞ്ഞാണ് സീയിങ് എ ലീക്ക് ബിഫോർ ഇറ്റ് ഹാപ്പൻസ്. ഇത് ഇന്ത്യയിലെ ഫസ്റ്റ് റിമോട്ട് സെൻസിങ് ഇനാബിൾഡ് ഓൺലൈൻ കെമിക്കൽ എമർജൻസി റെസ്പോൺസ് സിസ്റ്റമാണ്. വേറെ ഒരു സ്റ്റേറ്റിലും ഇത് നടപ്പാക്കിയിട്ടില്ല. കേരളമാണ് ആദ്യം നടപ്പാക്കിയ റോസസ്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് ശരിക്കും വലിയൊരു യാത്രയാണ് സാർ. കാരണം ശരിക്കും നമ്മുടെ ഈ പാഷൻ നമ്മളുണ്ടെങ്കിലും തൊഴിലാളികളെ രക്ഷിക്കണം. പക്ഷേ ഒരു ജനവിഭാഗത്തിന്, കാരണം നമ്മളിപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് ഭോപ്പാൽ, ഏറ്റവും വലിയ ട്രാജഡിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി, പല കാര്യങ്ങളും അതിൻ്റെ കോസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ പല പല കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഈ ഉറങ്ങിക്കിടന്നവരെ ഒന്ന് അലേർട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഗ്രാവിറ്റി, അല്ലെങ്കിൽ 8000 പേരെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇതെപ്പോഴും അതിൻ്റെ ഒരു മനസ്സിൽ അലർട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2016 നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, കേരള സ്റ്റേറ്റ്, അവർ ഒരു മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതെനിക്ക് തോന്നുന്നത് ഫിക്കി ആയിട്ട് ചേർന്നുകൊണ്ടാണ് ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഫാക്ടറിയിലൊക്കെ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കൊടുത്ത്, ഫാക്ടറിയിൽ നിന്നുള്ള ധാരാളം ആൾക്കാരും ഒക്കെ തിരുവനന്തപുരത്ത് ആ സെമിനാറിൽ 2 ഡേ സെമിനാറാണ്. ആ സെമിനാറിലിരിക്കുമ്പോൾ ഞാൻ ഈ VSSലെ ഒരു സയൻറ്റിസ്റ്റ് വന്നിട്ട് അവർ നമ്മുടെ കൽപ്പാക്കം, പിന്നെ ഇന്ദിരാഗാന്ധി ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ കൽപ്പാക്കത്ത് അവരൊരു ഓൺലൈൻ ന്യൂക്ലിയർ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു എന്നിങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി അതാണ്. അപ്പോൾ അത് നമുക്ക് അലേർട്ട് ചെയ്യാൻ പറ്റുന്നു, അത് ചെയ്യുന്നു. ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ അദ്ദേഹത്തിനോടുള്ള ആ പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചായ ടൈമിലായപ്പോൾ ഞാൻ പതുക്കെ ഓടി പുള്ളിയുടെ അടുത്ത് ചെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഈ ഓണേഴ്സിനെയൊക്കെ നമുക്കിത് കെമിക്കലിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, സാർ എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല, ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി ഹൈദരാബാദും ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റേഡിയേഷനും കൂടിയാണ് അവരാണിത് ചെയ്തിരിക്കുന്നത്. സാറിന് അറിയണമെന്നുണ്ടെങ്കിൽ നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടാലേ അറിയാൻ പറ്റുള്ളൂ. ഞാനത് മനസ്സിലാക്കി. ഞാൻ ഉടനെ വന്ന് നമ്മുടെ വെബ്സൈറ്റിൽ കയറി ഇവരുടെ അഡ്രസ്സ് തപ്പിയെടുത്ത് ഡയറക്ടറുടെ വെച്ചിട്ട് ഞാൻ ചുമ്മാ ഒരു ലെറ്റർ അവർക്ക് അയച്ചു. NRSയുടെ ഡയറക്ടർക്ക് അയച്ചു, ഹൈദരാബാദ്. അയച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ ഞാൻ താങ്കളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കാരണം ഈ ഓണേഴ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഡെവലപ്മെൻറ്റ്. അപ്പം നമ്മൾക്ക് ഭോപ്പാലുണ്ടായ ഇത്രയും വർഷമായി നമുക്ക് ഈ ഒരു സിസ്റ്റം ഒരു ഏർലി ഓണേഴ്സ് എന്ന് റോസേഴ്സിലേക്കുള്ള യാത്ര. അതെ അതെ അതെ, ആ പേര് ഞാൻ തന്നെ ഇട്ടതാണ് സാർ. റോസേഴ്സ് എന്നുള്ള ഒരു റോസ എന്നുള്ള നിലയിലേക്ക് റിമോട്ട് സെൻസിങ് എന്ന പേര്. അതെ അതെ. അപ്പോൾ ആ രീതിയിലേക്ക് ഞാൻ ഒരു ലെറ്റർ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇമെയിലൊരു മറുപടി പറഞ്ഞു, പ്ലീസ് യു ആർ വെൽക്കം ടു ഹൈദരാബാദ്. നിങ്ങൾ ഹൈദരാബാദിലേക്ക് വരൂ. നമുക്ക് നിലവിൽ ഇത് സംബന്ധിച്ച് പ്രത്യേകിച്ച് അറിവുകളൊന്നുമില്ല, ബട്ട് എന്താണ് നിങ്ങളുടെ റിക്വയർമെൻ്റ് എന്നുള്ളത്, യു പ്ലീസ് കം ടു ഹൈദരാബാദ്. ഞങ്ങളുടെ സയൻറ്റിസ്റ്റുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം സാറിനറിയാമല്ലോ, ഞാനൊരു ഗവൺമെൻറ് സെറ്റപ്പിലുള്ള ആളാണ്, എനിക്ക് ചുമ്മാ പോകാൻ പറ്റില്ലല്ലോ. ഐ ഹോട്ട് ടു ഗെറ്റ് ദ പെർമിഷൻ ഫ്രം ദ മിനിസ്റ്റർ ആൻഡ് സെക്രട്ടറി. അപ്പം ഞാൻ അന്നത്തെ സെക്രട്ടറിയെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇതിൻ്റെ പോകേണ്ട ആവശ്യമുണ്ടോ? ഞാൻ സാറേ ഒന്ന് ശ്രമിച്ച് നോക്കാം സാർ, ട്രൈ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും മനസ്സില്ലായിരുന്നു, എങ്കിലും അദ്ദേഹം പെർമിഷൻ എനിക്കും തന്നു. ഞാൻ പറഞ്ഞു, എന്നോടൊപ്പം ഞാൻ മാത്രം പോയാൽ പോരാ, എനിക്ക് എൻ്റെ കൂടെ കെമിക്കൽ എഞ്ചിനീയറും കൂടി വേണം, ഒരു കെമിക്കൽ കാര്യങ്ങളും ഇതിനകത്ത് ഇൻവോൾവ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഞാനൊരു 2 കെമിക്കൽ എഞ്ചിനീയേഴ്സിനെ കൂടി ഇതിനോട് താല്പര്യം 2 പേരെയും കൂടി ഞാൻ എൻ്റെ കൂടെ കൂട്ടി ഞങ്ങൾ 3 പേരും കൂടി നേരെ ഹൈദരാബാദിൽ പോയി. ഹൈദരാബാദിൽ ചെന്ന് ഡയറക്ടറെ കണ്ട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ പുള്ളി പറയാണ്, ഞങ്ങളിവിടെ വെറുതെ റോക്കറ്റ് വിടാനോ മറ്റതിന് വേണ്ടിയിട്ടല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ചെയ്തിട്ടുള്ള ടെക്നോളജി ഒരു കോമൺ മാനിന് പ്രയോജനപ്പെടുമ്പോഴാണ് ISRO ആകുന്നത്, VSSC ആകുന്നത്, NRSC. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം. നിങ്ങൾ ഭോപ്പാൽ വാത ദുരന്തം ഉണ്ടായിട്ട് ആഫ്റ്റർ എ പീരീഡ് ഓഫ്
അന്നത്തെ എനിക്ക് തോന്നുന്നു 2016 എനിക്ക് തോന്നുന്നു 34 വർഷത്തിന് ശേഷമാണ് യു ആർ കമ്മിങ് ഫോർ ഇത് ഇങ്ങനെയുള്ളൊരു ടെക്നോളജി. ഞങ്ങളിവിടെ ഇരിക്കുന്നത് നിങ്ങളെപ്പോൾക്ക് വേണ്ടിയിട്ട് സൊല്യൂഷൻ തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിരിക്കുന്നത്. ബട്ട് യു ആർ നോട്ട് കമ്മിങ്. 34 നിങ്ങൾക്ക് ചിന്തിക്കാൻ തോന്നിയല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ സല്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞാണ് അത് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നത്. അപ്പം ഞാൻ പറഞ്ഞു സാർ അത് നമുക്ക് തോന്നി, അത് ശരി തന്നെ. അപ്പം നമുക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനൊരു കോൺഫറൻസ് അറ്റപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നു എന്ന് പറയും. അങ്ങനെ 3 days ഞങ്ങൾ അവിടുത്തെ സയൻറ്റിസ്റ്റുകളായിട്ടെല്ലാം സംസാരിച്ചു. 2016 നമ്മൾ അതിൻ്റെ ഡിസ്കഷൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ ഈ ഓണേഴ്സ് കാണാനായിട്ട് IG കറിൽ പോയി, കൽപ്പാക്കത്ത് പോയി. അവിടെ അവർ എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് കണ്ടു. AWS ഒക്കെ ഉണ്ട്, അറ്റ്മോസ്ഫിയർ വെതർ മോണിറ്ററിംഗ് സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാ സെൻസേഴ്സും എല്ലാം കാണിച്ചു തന്നു. അപ്പം ഇതെല്ലാം കണ്ട് ഞങ്ങളൊരു 2003 years അവർ നമ്മുടെ ഇങ്ങോട്ട് വരും. എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റാണ്. ഒരു ചിലവും നമുക്ക് അതുവരെ ഇവരുടെ ടെക്നോളജി തരുന്നതിനോ അല്ലെങ്കിൽ ഇവരുടെ സർവീസ് തരുന്നതിനോ നമുക്ക് വഹിക്കേണ്ടി വന്നിട്ടില്ല. അവർ ഫ്രീ ആയിട്ട് വന്നു നമ്മുടെ ഫാക്ടറികൾ. അപ്പം ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു ഒരു മോഡൽ ഫസ്റ്റ് എന്നുള്ളത് നമുക്ക് FACT കൊച്ചിൻ ഡിവിഷൻ എടുക്കാം. കാരണം അവിടെ നമുക്കൊരു 8,000 ton സ്റ്റോറേജ് ഓഫ് അമോണിയ ഉണ്ട്. ഇനി ഒരു 10,000 കൂടി അവർ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് മാത്രമല്ല, ദാറ്റ് ഏരിയ ഇസ് വെരി വൾണറബിലിറ്റി ഇൻ ദ സെൻസ് അവിടെ സിവിൽ സ്റ്റേഷനുണ്ട്, സ്മാർട്ട് സിറ്റി ഉണ്ട്, ഇൻഫോ പാർക്കുണ്ട്, നിയർ ടു ദാറ്റ് റിഫൈനറി ഉണ്ട്. ഇതെല്ലാം കൂടി നിൽക്കുന്ന ഒരു രീതിയിൽ നിൽക്കുമ്പോൾ നമുക്കിതൊരു മോഡലായിട്ട് എടുക്കാം. അപ്പോൾ അവർ FACT സന്ദർശിച്ചു, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടു. ഒരു 3 വർഷത്തിന് ശേഷം അവർ കുറേയധികം ഇത് സംബന്ധിച്ചുള്ള ഡിസ്കഷൻസ് എല്ലാം നടത്തിയതിന് ശേഷം അവർ പറഞ്ഞു ഞങ്ങൾ വില്ലിംഗ് ആണ്, വി വിൽ പ്രൊസീഡ് എന്ന് പറഞ്ഞു. അങ്ങനെ 2019 ഞങ്ങൾ MOU സൈൻ ചെയ്യുന്നത്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ പ്രൊവൈഡ് ദ ഇൻഫ്രാസ്ട്രക്ചർ, NRSA വിൽ പ്രൊവൈഡ് അവരുടെ ടെക്നോളജി, ദാറ്റ് ഈസ് അവരുടെ സാറ്റലൈറ്റും ഭുവനും മറ്റ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ റിമോട്ട് സെൻസിങ്ങും കാര്യങ്ങളും എല്ലാം. IG കാർ വിൽ പ്രൊവൈഡ് ദ ഡിസ്പേഴ്സൺ മോഡലിംഗ് അവർ ചെയ്യാം. കാരണം അവർ പറയുന്നത് റേഡിയേഷനും കെമിക്കലും ഏതാണ്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവർക്കത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവരും ഫ്രീ ഓഫ് കോസ്റ്റ് 2 ഏജൻസികളും സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് ഞങ്ങൾ 2019 നമ്മൾ തുടങ്ങി. പക്ഷേ നമുക്ക് 2020 നമുക്കിതിൻ്റെ സെൻസറുകൾ, ഇപ്പോൾ സാറിനറിയാം നമുക്ക് ലോ PPM സെൻസേഴ്സ് എല്ലാ ഫാക്ടറികളിലും ഇല്ല, പക്ഷേ ഉണ്ട്. പക്ഷേ അത് ലോ PPM സെൻസേഴ്സ് എല്ലാ ഫാക്ടറികളിലും ഉണ്ട്. അതെ, പക്ഷെ അതുകൊണ്ട് നമുക്കിത് പറ്റില്ല. കാരണം നമുക്ക് വേണ്ടത് ബൗണ്ടറി കടന്നു പോകുന്ന ഹൈ PPM സെൻസേഴ്സ് ഉണ്ടെങ്കിലേ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് അലേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലോ PPM സെൻസേഴ്സ് മിക്കവാറും എപ്പോഴും ചെറിയ ലീക്ക് ഉണ്ടാകുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് അതെ, പക്ഷെ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി പോയെന്നോ എത്ര വന്നു എന്നോ അറിയില്ല. അതൊരു പർട്ടിക്കുലർ ലെവലിൽ കൂടുതൽ വന്നാൽ അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് 10,000 മുകളിലൊക്കെ PPM ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എത്ര ക്വാണ്ടിറ്റി റിലീസ് ചെയ്തു എന്നും എത്ര സ്പീഡിൽ ഇത് പോകുമെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു വെല്ലുവിളിയായിരുന്നു. ഇന്ത്യയിൽ ഈ സെൻസർ അവൈലബിൾ അല്ല. പിന്നെ നമ്മൾ US ഇതെല്ലാം കൊടുത്തു, ഏജൻസി വഴി നമ്മളെല്ലാം ടെൻഡർ പ്ലോട്ട് ചെയ്തു. ആ സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പോൾ ഈ സാധനം എല്ലാം ഷിപ്മെൻ്റ് റെഡിയായി വരുന്നപ്പോഴാണ് കോവിഡ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഡിലേ ആയി. അങ്ങനെ 2021 നമുക്കത് കിട്ടാൻ വരാതെ അങ്ങനെ 2022 നമ്മുടെ സെൻസറുകൾ ഹൈ PPM സെൻസറുകൾ 4 നമുക്ക് കിട്ടുക. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ നമ്മൾ FACTയുടെ ചുറ്റുപാട്, അതെ, FACTയുടെ തന്നെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ, ഇവരുടെ വരാവുന്ന വിൻഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നോർമൽ ഡേ ടൈമിൽ വരാവുന്ന അതിൻ്റെ ഡൗൺ വിൻഡിൽ ഇത് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റ് ചെയ്യുന്ന രീതിയിൽ കിട്ടുന്നൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്തു, അതവിടെ വെച്ചു. അതിനുശേഷം നമ്മൾ AWSഉം നമ്മൾ പർച്ചേസ് ചെയ്തു, അറ്റ്മോസ്ഫിയറിക് വെതർ മോണിറ്ററിംഗ്. അതിൽ നിന്ന് നമുക്ക് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പിന്നെ വിൻഡ് ഡയറക്ഷൻ, വിൻഡ് വെലോസിറ്റി, ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ റിയൽ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സെർവർ, ഇതിൻ്റെ പിന്നെ നമ്മുടെ കൺട്രോൾ റൂം എന്ന് പറയുന്നത് സാറിനറിയാം, നമ്മുടെ കെമിക്കൽ എമർജൻസി റെസ്പോൺസ് സെൻറ്ററിലാണ് അവിടെ കൺട്രോൾ റൂം നമ്മൾ സെറ്റപ്പ് ചെയ്തു. അവിടെ തന്നെ സെർവറും, അതിനും നല്ല കോസ്റ്റായി. ആ സെർവറും എല്ലാം നമ്മുടെ സ്ഥാപിച്ചു, അതെല്ലാം റെഡിയാക്കി. അതെല്ലാം ഇവർ തന്നെ ആ സെർവറിൽ ബാക്കി ഡിസ്പേഷൻ മോഡലിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തന്നു. അപ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്തു, അവരെല്ലാം റെഡിയാക്കി തന്നു. അങ്ങനെയാണ് നമ്മളിതിൻ്റെ കംപ്ലീറ്റ്
ഇതിൽ സെൻസ് ചെയ്തോ ഈ ഹൈ പെർസെൻറ്റേജ് വരാറുണ്ടോ? അത്രയും ഹൈ പെൻസിലിലേക്ക് അത്രയും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്ത് അതെ അതെ നമ്മളിപ്പം ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊരു അമോണിയ റിലീസ് ചെയ്തു, റിയൽ ടൈമിൽ കിട്ടി, നമുക്ക് ഡിസ്പേർഷൻ മോഡലിംഗ് നമ്മൾ വർക്കൗട്ട് ചെയ്തു, എത്ര ഏരിയ വരെ കൊണ്ടുവന്നു എന്നുള്ളത്. അപ്പം നമുക്ക് ഇപ്പം ഉള്ളൊരു നമുക്ക് വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അലേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അലേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും NDMA ആയിട്ട് ഞാൻ NDMAയിൽ ന്യൂഡൽഹിയുമായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഫസ്റ്റ് ടൈമാണ്. അവർ നാച്ചുറൽ ഡിസാസ്റ്ററിന് ഒരു കോമൺ അലേർട്ട് പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്യാപ്പ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതിനെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പക്ഷേ അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇപ്പം കേരളത്തിലൊരു ഫ്ലഡ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു വലിയ എർത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഈ മെസ്സേജ് ഗോസ് ടു ഓൾ. അപ്പം നമ്മുടെ ഇവിടെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡൗൺ വിൻഡിലുള്ള ആ സമയത്ത് ആരൊക്കെയാണോ ഡൗൺ വിൻഡ് ഡയറക്ഷനിൽ നിൽക്കുന്ന അവരെയാണ് ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, അവരെയാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ മെസ്സേജ് പോയത് കൊണ്ടും കാര്യമില്ല. കാരണം ഇതിൻ്റെ റിയൽ ടൈമിൽ അയാളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് ഒരു IVRs കോള് പോകണം. ആ ലെവൽ കൂടി ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആയിട്ടില്ല. പക്ഷേ ഇപ്പം മെസ്സേജ് വി ക്യാൻ സെൻഡ്, മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ, അമോണിയ ഈസ് റിലീസ്ഡ്, നിങ്ങൾ യു ഹാവ് ടു ഡു എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എവാക്യുവേറ്റ് ഫ്രം ദിസ് സൈഡിൽ ഇങ്ങോട്ട് പോകണം എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഈ ഡിസ്പേഴ്സൺ അപ്പുറത്തെ വിൻഡ് ഡയറക്ഷനും വിൻഡ് വെലോസിറ്റിയും വെച്ചിട്ട് അത് പ്ലോട്ട് ചെയ്ത് ഗ്രാഫ് ചെയ്ത് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ കൺട്രോൾ റൂമിൽ അതെല്ലാം സെറ്റ് ചെയ്തു. 2 ഉദ്യോഗസ്ഥന്മാരെ, ഒരു GIS സ്പെഷ്യലിസ്റ്റിനെയും ഒരു പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗവൺമെൻറ് ട്രെയിൻ ചെയ്ത് അവരെ അതിൽ എക്സ്പേർട്ടാണ്. അപ്പോൾ അവരെ സഹായത്തോടെയാണ് ഇപ്പം നമ്മളിത് ഇപ്പം അത് ഓപ്പറേറ്റ് ചെയ്തു. ഇപ്പോൾ ഉദ്ഘാടനം നമ്മൾ 2024 ഇത് കംപ്ലീറ്റ് ചെയ്തു. ഒഫീഷ്യലി 2025 ഉദ്ഘാടനം ചെയ്തത്. കാരണം ഇത് പിന്നെ ISROയുടെയും പിന്നെ IGCARO ഒക്കെ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസി ആയതുകൊണ്ട് പ്രൈം മിനിസ്റ്ററുടെ ഒരു കൂടെ ഒരു ഉദ്ഘാടനം ചെയ്യണമെന്നൊരു അവരുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് സമയം കിട്ടിയില്ല, ഇലക്ഷനൊക്കെ വന്നതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ നമ്മുടെ മിനിസ്റ്റർ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഞാൻ എല്ലാ ISROയുടെ മുൻ ചെയർമാനായ നമ്മുടെ അദ്ദേഹമായിട്ട് നമ്മൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽപ്പ് നമുക്ക് ഇതിനകത്ത്, കാരണം NRSA ISROയുടെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് ധാരാളം ഉണ്ടായി. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സഹായിച്ചു. അങ്ങനെ എല്ലാ ഏജൻസികളുടെയും വളരെ ഫ്രീ ആയിട്ട് ഒരു ഫുള്ളി കമ്മീഷൻഡ് ആയി കഴിയുമ്പോൾ വളരെയധികം സഹായമായിരിക്കും. അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് ഇനി നമ്മുടെ IVRs കോൾ കൂടി എത്തിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആളുകൾക്ക് പെട്ടെന്ന് അലേർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു കാരണം. ഇത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യ ഇത് വരണം. പക്ഷേ ഇപ്പം നമുക്ക് ഗുജറാത്തിലുള്ളൊരു ഫെർട്ടിലൈസറുടെ പിന്നെ സെൻസർ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും അത് ഇൻ്റഗ്രേറ്റ്. ഇപ്പം നമ്മൾ അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ഏതാണ്ട് 30 MH ഫാക്ടറികളുടെയും സെൻസറുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. പക്ഷേ നമുക്കിനി ഡിസ്പേഴ്സൺ മോഡലിംഗ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ അമോണിയ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. LNG, LPG അവരുടെ ലോ PPM സെൻസേഴ്സിൻ്റെ നമ്മൾ ഇതിൽ ഇൻ്റഗ്രേറ്റ്, അത് നമുക്ക് പ്ലോട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. ലോ PPM എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണം, അതുണ്ട്. പക്ഷേ ഹൈ PPM ആരും തന്നെ അവിടെയാണ് ഇനി നമ്മൾക്ക് വരേണ്ടത്. അതായത് IPM സെൻസർ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ സോമനാഥ് സാർ, ഞാൻ ISRO ചെയർമാൻ സോമനാഥ് സാറ് നമുക്കൊരു അദ്ദേഹമായിട്ട് സംസാരിച്ച് കൊടുത്ത് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ അവർ ഈ ഹൈഡ്രജൻ സെൻസേഴ്സ് എല്ലാം അന്ന് അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റുകൾ ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ട് ഇവിടെ വന്നു. അപ്പോൾ അവർക്ക് സ്പെസിഫിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് LNGയോ LPGയോ ബെൻസീനോ ടൊളുവിനോ അങ്ങനെ ഏതൊക്കെ പബ്ലിക്കിനെ അഫക്റ്റ് ചെയ്യുന്ന കെമിക്കൽസ് ഉണ്ടോ, ഹൈഡ്രജൻ സൾഫൈഡ്, അങ്ങനെ എല്ലാ കെമിക്കൽസിൻ്റെയും ഇത് സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് അവർ ചെയ്യാം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ അതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാതെ നമ്മുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ സഹായത്തോടെ ടെക്നോളജി അവർ തരാമെന്ന് പറഞ്ഞു. അവർക്ക് തന്നെ സ്റ്റാർട്ടപ്പുകളുണ്ട്, അവരുമായിട്ട് അവരുടെ കീഴിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ സെൻസറുകൾ, അങ്ങനെയാണെങ്കിൽ നമുക്ക് IPPM സെൻസേഴ്സ് എല്ലാ കെമിക്കൽസിനും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ എമർജൻസി റെസ്പോൺസ് സെൻറ്റർ, അതെ, അതിൻ്റെ ഫങ്ഷനിങ് ഇപ്പോൾ എങ്ങനെയുണ്ട്? അത് നന്നായിട്ട് നടക്കുന്നു? അതിൽ ഫുൾ ടൈം എംപ്ലോയീസ് ഉണ്ടോ? അത് ഏതെങ്കിലും റെസ്പോൺസ്
ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ ഇതുവരെയായിട്ടും? തീർച്ചയായിട്ടും സാർ. അതിനുശേഷം ഞാൻ ഡയറക്ടറായ ശേഷം നമ്മൾ ഒരു കൺട്രോൾ റൂം തന്നെ അവിടെ സെറ്റപ്പ് ചെയ്തു. കാരണം നമുക്ക് ഇപ്പോഴത്തെ വേറെ അവിടെ അന്ന് മേടിച്ച കുറച്ച് എക്യുപ്മെൻറ്റുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. എല്ലാം ഔട്ട്ഡേറ്റഡ് ആയി നമുക്ക് ഇരിപ്പോൾ. ഇപ്പം നമ്മൾ കൺട്രോൾ റൂമിൽ ഒരാളെ ഫുൾ ടൈം അവിടെ ഇരുത്തിയിട്ടുണ്ട്. 24 hour ഇല്ല, ഒരു 12 മണിക്കൂർ അദ്ദേഹം ഉണ്ടാവും. ആ സമയത്ത് പിന്നെ ഇപ്പം നമ്മുടെ ഈ MH ഫാക്ടറികളുടെയും മറ്റ് ഉള്ളതായിട്ടും നമ്മളൊരു ഒരു വാട്സാപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെയും നമ്മളെല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇരിക്കുന്ന കൺട്രോൾ റൂമിലിരിക്കുന്ന ആൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ വെഹിക്കിളുമായിട്ട് ആ സ്ഥലത്ത് പോകുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കെമിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെയും മറ്റവരുടെയും നമ്മുടെ ഇൻസ്പെക്ടറും പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ എന്ത് കെമിക്കലാണ്, ഇപ്പം ഫാക്ടറി ആണെങ്കിൽ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ ജില്ലാ കളക്ടർക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം നമ്മളൊരു കോർഡിനേഷൻ രീതിയിൽ മാത്രമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ടാങ്കറുകൾ, ഇപ്പം നമ്മുടെ റോഡ് ടാങ്കറേഴ്സിൻ്റെ ഇതുണ്ടായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സൈറ്റിൽ തന്നെ നമ്മുടെ ഈ കൺട്രോൾ റൂം ഓപ്പറേറ്റർ പോകുന്നുണ്ട്, അവിടെ നിന്ന് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഉണ്ടായ ഒരു 10-15 എനിക്ക് തോന്നുന്നു 3-4 വർഷം കൊണ്ട് ഒരു 10-15 ടാങ്കറുകളുടെ ലീക്കേജും ഉണ്ടായിട്ടുണ്ട്. വലിയ ഇതിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഇൻസ്പെക്ടേഴ്സ് ഇപ്പം മറ്റ് എറണാകുളത്തിൻ്റെ ഔട്ടർ കോഴിക്കോടൊക്കെ ആണെങ്കിൽ ഇൻസ്പെക്ടേഴ്സ് പോവും. ഇവിടെയാണെങ്കിൽ നമ്മുടെ കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ഓപ്പറേറ്റർ ഉണ്ട്. അദ്ദേഹത്തിനെ നമ്മൾ ഒരാളെ ഇപ്പം നമ്മളത് കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ അതിലേക്ക്, അദ്ദേഹം വളരെ ഒരു 20 കൊല്ലമായിട്ട് ജോലി ചെയ്യാണ്, അദ്ദേഹം 13 കൊല്ലമായിട്ട് ജോലി ചെയ്യാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ട് പോലീസിനും ഫയർ ആൻഡ് റെസ്ക്യൂവിനും വേണ്ട നിർദ്ദേശം കൊടുക്കും. ഇത് ഇന്ന കെമിക്കലാണ്, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, അങ്ങനെയുള്ളൊരു രീതിയിൽ മാത്രമാണ്. അതുപോലെ ആ റെസ്പോൺസ് ആക്ടിവിറ്റീസിൽ നമ്മളിപ്പോൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് APSS. അതെ, APSS, ആക്സിഡൻറ്റ് പ്രിവെൻഷൻ ത്രൂ സേഫ്റ്റി സർവൈലൻസ് അല്ലേ? ഇതെന്തായിരുന്നു? ഈ പ്രോജക്റ്റ് എങ്ങനെ മുന്നോട്ട് പോകുന്നു? അത് വളരെയധികം സെക്ടറിലേക്ക് അത് എഫക്റ്റീവ് ആയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അതിൻ്റെ ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 2030 ഗോൾ 8.8 അത് ലക്ഷ്യമിടുന്നത് തൊഴിൽ അപകടങ്ങളും തൊഴിൽജന്യ രോഗങ്ങളും പരമാവധി കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രാറ്റജി രൂപീകരിച്ച ഇതിലാണ് ഞാൻ ആലോചിച്ച് നോക്കിയപ്പം നമ്മളിപ്പം പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 20 വർഷത്തെ അപകടങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. കാരണം നമ്മളിപ്പോൾ പലയിടത്തും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ കോസ് വൈസും ഇഞ്ചുറി വൈസും ഒക്കെ നമ്മൾ സാറിനറിയാലോ, നമ്മുടെ DG ഫാസിലിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ FIS ഫോംസ് ചോദിക്കുമ്പോൾ നമ്മളത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ രജിസ്റ്ററിലുള്ള അവൈലബിൾ ഡാറ്റ വെച്ചുകൊണ്ട് ഞാനതിനെ ഒരു 10 വർഷത്തെ ഡാറ്റ അനാലിസിസ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ അനാലിസിസ് ചെയ്തു. ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടായിരിക്കുന്ന ഫാക്ടറികൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞു, സെക്ടർ വൈസ് എടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ക്രഷർ ഫാക്ടറികളിലാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായത്. അങ്ങനെ ഓരോ സെക്ടർ എടുത്തുകൊണ്ട് ആ ക്രഷർ ഫാക്ടറിയിൽ നമ്മളൊരു ടീം ഓഫ് ഓഫീസേഴ്സിനെ സജ്ജമാക്കിയിട്ടുണ്ട് ഈ ആപ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കെമിക്കൽ എഞ്ചിനീയറുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറുണ്ട്, ഡോക്ടേഴ്സുണ്ട്. ഇവരെല്ലാവരും കൂടി പോയിട്ടൊരു 3-4 പ്രാവശ്യം ഈ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന അപകടങ്ങളുടെ എല്ലാം എങ്ങനെയാണത് ഉണ്ടായിരിക്കുന്നത്, അതിൻ്റെ റൂട്ട് കോസ് എന്താണ്, എങ്ങനെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇവരൊരു റിപ്പോർട്ട് നമുക്ക് തയ്യാറാക്കി തരും. ആ റിപ്പോർട്ടിനെ നമ്മൾ ഇതിനെ ലീഗലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കേരള ഫാക്ടറി റൂളിൽ ഒരു സ്പെഷ്യലായിട്ടൊരു പ്രൊവിഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഇല്ലെങ്കിൽ നിലവിലുള്ള റൂള് പര്യാപ്തമല്ലെങ്കിൽ അതിനെ നമ്മൾ അമെൻഡ് ചെയ്യുക. ഈ രീതിയിലാണ് നമ്മളിത് ഈ ആപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ക്രഷർ ഫാക്ടറികളും പ്ലൈവുഡ് ഫാക്ടറികളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ വർഷം സ്റ്റീൽ ഫാക്ടറികൾ, സ്റ്റീൽ മെൽറ്റിംഗ് യൂണിറ്റ്സുകളുണ്ട് നമ്മുടെ പാലക്കാട് സൈഡിലുള്ള, അതാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ അവിടെ വെച്ച് ഒന്നുമല്ല, ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് റൂളുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റീസിന് കൃത്യമായിട്ട് അതിന് സ്പെഷ്യൽ റൂൾ പോലെ, സാറിന് അറിയാമല്ലോ, നമ്മുടെ കേരള ഫാക്ടറി റൂളിൽ തന്നെ ഓരോന്നൊരു സ്പെഷ്യൽ റൂളുണ്ട്. ആ ക്രഷർ ഫാക്ടറിയിലും താങ്കൾ അല്ലെങ്കിൽ പ്ലൈവുഡ് ഫാക്ടറി, ഈ 2 ഫാക്ടറിയിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യത എവിടെയായിട്ടാണ് താങ്കൾ കണ്ടിട്ടുള്ളത്? ഈ പഠനത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്? നമ്മുടെ ഇപ്പോൾ ആദ്യം ഞാൻ സാറിന് പറഞ്ഞല്ലോ, കഴിഞ്ഞ 20 വർഷത്തെ ഡാറ്റ എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്ന ക്രഷർ ഫാക്ടറികളാണ്. ക്രഷർ ഫാക്ടറികൾ കഴിഞ്ഞാൽ വന്നിരിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറീസാണ്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റീൽ ഫാക്ടറീസിൽ വന്നത്. ഇപ്പോൾ സ്റ്റീൽ ഫാക്ടറീസിൻ്റെ ഡാറ്റ നമുക്ക് കൃത്യമാണോ എന്ന് ചോദിച്ചാൽ കൃത്യമല്ല. കാരണം പലപ്പോഴും ഈ ഗസ്റ്റ് വർക്കേഴ്സ് ഉള്ളതുകൊണ്ട്, അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും അവർ പലതും കൺസീൽ ചെയ്യുന്ന
ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡാറ്റ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെയും മൂന്നാമതായിട്ടാണ് നമ്മുടെ ഇതിൽ കിടക്കുന്നത്. അപ്പം നമ്മൾ പക്ഷേ ഇപ്പോഴത്തെ കാലത്തും പണ്ട് 80കളിലൊക്കെ കൺസീവ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇപ്പോഴത്തെ ഡിജിറ്റൽ മീഡിയയിലെ ഇത് വന്നു കഴിഞ്ഞപ്പം ഈ കൺസീവ് ഓഫ് ആക്സിഡൻസ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം. അത് പക്ഷേങ്കിൽ താങ്കളുടെ ഇതിൽ ഈ 3 ഫാക്ടറിയാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഈ ഡെവലപ്മെൻറ്റ് വിൽ ഇറ്റ് ഹെൽപ്സ് ഇറ്റ് ഇൻ റെഡ്യൂസിങ് ദ ആക്സിഡൻറ്റ്സ്? ഈ ആപ്സ് എന്ന് പറയുന്ന പ്രോജക്റ്റ് തീർച്ചയായിട്ടും നമുക്കത് പറയാം. പക്ഷേ ഡാറ്റ വെച്ചിട്ടുള്ളതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതാണ് ഡാറ്റ കറക്റ്റാണ്. അപ്പം ഞാൻ സാറിന് ചോദിച്ചത് ഡിജിറ്റൽ യുഗത്തിൽ ഇത് മറക്കുക എന്ന് പറയുന്ന മറച്ചു വെക്കുവാൻ ഒക്കുകയില്ല. കാരണം ഏതെങ്കിലും ഒരു വർക്കിടയിൽ നിന്ന് ലീക്ക് ഔട്ട് ആവും. തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞാൻ എല്ലാ ദിവസവും ഞാൻ മീഡിയയിലൂടെയാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഓഫീസർമാരെ വിളിച്ചു പറയുന്നത്. അവിടെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെന്ന് മീഡിയ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം. അപ്പം ടെക്നോളജി ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ല. ഞാനത് സെൻട്രൽ ഗവൺമെൻറ് വഴി, അതായത് ഞങ്ങളുടെ DG ഫാസിൽ മിനിസ്ട്രി ഓഫ് ലേബർ വഴി നമ്മുടെ ഈ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഉണ്ട് നമ്മുടെ സ്റ്റേറ്റിൻ്റെ. ഏത് അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ഇത് റിപ്പോർട്ട് ചെയ്യും. 48 hours കൂടുതൽ ആണെങ്കിലല്ലേ നമ്മുടെ കയ്യിൽ വരുന്നു. അപ്പോൾ ചിലപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ആക്സിഡൻറ്റും റിപ്പോർട്ട് ചെയ്യണം. കാരണം അവർക്ക് അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടണം, പിന്നെ ബെനിഫിറ്റ് കിട്ടണം, ട്രീറ്റ്മെൻറ്റ് കിട്ടണം. അപ്പം ഞാൻ 2-3 പ്രാവശ്യം ഇവിടുത്തെ റീജിയണൽ ഡയറക്ടർ ഓഫ് കേരള അദ്ദേഹത്തിന് ഞാൻ ഒരു കത്ത് കൊടുത്തു. ആദ്യം കത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു സ്ട്രിപ്പിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് അയച്ചു തരുമെന്നല്ലാതെ നമുക്ക് അവരുടെ മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഓൺലൈൻ പോർട്ടലിൽ ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടലിൽ ഇൻ്റഗ്രേറ്റ് അത് ഇങ്ങോട്ട് പുഷ് ചെയ്ത് തരണം. അവിടെ ഉണ്ടാകുന്ന ആക്സിഡൻസിനെ നമുക്ക് പുഷ് ചെയ്ത് തരിക. പുഷ് ചെയ്ത് തരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഫിൽട്ടർ ചെയ്തിട്ട് അതിൽ നമ്മൾ നോക്കിയിട്ട് 48 hours ഗുഡ് ഡിസൾട്ട് അത് നോക്കാം. ഡിവിഷൻ വൈസ് നമുക്ക് അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കൺസേൺഡ് ഇൻസ്പെക്ടർമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ഈ നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ്. ഞാനത് പല പ്രാവശ്യം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അത് കാരണം അവർ മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതുകൊണ്ട് അവിടെ നിന്നൊരു നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 2 ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നെങ്കിൽ അത് വളരെ ഈസി ആയിരുന്നു. പക്ഷേ ഇത് അവരുടെ കൂടി സഹായം കിട്ടണം.